നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൽ വരുന്ന 2ാമത്തെ പാഠമാണ് തായ്മൊഴി പീലികൾ. സ്നേഹത്തിൻ്റെ ഭാഷയാണ് മാതൃഭാഷ. അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നതോടൊപ്പം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നുതാൻ കേൾക്കവേണം. എൻ്റെ ഭാഷ എന്ന കവിതയിൽ നിന്ന് വള്ളത്തോളിൻ്റെ വരികളാണ്. മഹാകവി വള്ളത്തോൾ പറയുന്നത് എന്താണ്? ഏതൊരു അറിവും ശരിയായി ഉൾക്കൊള്ളണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അത് മാതൃഭാഷയിലൂടെ തന്നെ പഠിക്കണമെന്നാണ് അദ്ദേഹം ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. അത് വേദമോ ശാസ്ത്രമോ കാവ്യമോ മറ്റ് ഏതൊരു വിഷയമായാലും മാതൃഭാഷയിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് എത്രയും എളുപ്പത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് വേറൊരു ഭാഷയിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ ഉപരിയായി ആശയങ്ങൾ വ്യക്തമായും ആഴത്തിലും മനസ്സിലാക്കാൻ മാതൃഭാഷ തന്നെ വേണം. ഇവിടെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നുതാൻ കേൾക്കവേണം എന്ന പ്രയോഗത്തിൻ്റെ ആശയം എന്താണ്? ഏതൊരറിവും മാതൃഭാഷയിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായും ആഴത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി വള്ളത്തോളിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ആധുനിക കവിത്രയത്തിൽപ്പെട്ട മഹാകവിയാണ്, വിവർത്തകനാണ്, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാണ്, കേരള വാൽമീകി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവർത്തന കൃതികൾ ഋഗ്വേദം, വാൽമീകി രാമായണം, ശാകുന്തളം എന്നിവയാണ്. ചിത്രയോഗം അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ്. ചിത്രയോഗം, സാഹിത്യമഞ്ജരി, അച്ഛനും മകളും, ഗണപതി, കൊച്ചുസീത, ബദ്രവിലാപം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കൃതികൾ. പത്മവിഭൂഷൺ, കവി തിലകപ്പട്ടം, കവി സാർവഭൗമ എന്നീ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് മഹാകവി കുഞ്ചൻ നമ്പ്യാർ വിവരിക്കുന്നത്. മഹാകവിത്രയത്തിൽപ്പെട്ടതാണ്, പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. മാധുര്യ ഗുണങ്ങളും അക്ഷര വ്യക്തിയും വേണം, സാധുത്വം പദങ്ങൾക്കും സതതം സംഭവിക്കേണം, ബോധിപ്പിപ്പതിനുള്ള കുശലത്വം അതും വേണം, ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം. പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻ തുള്ളിൽ നിന്നുള്ള വരികളാണ്. എന്താണ് അദ്ദേഹം ഈ വരികളിലൂടെ പറയുന്നത്? ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് സംഭാഷണത്തിൽ പാലിക്കേണ്ട മര്യാദകളും നിയമങ്ങളുമാണ് ഈ വരികളിലൂടെ പറയുന്നത്. പറയുന്ന വാക്കുകളിലെ അക്ഷരങ്ങൾ മാധുര്യമുള്ളതും അക്ഷരശുദ്ധിയുള്ളതും ആയിരിക്കണം. ഉപയോഗിക്കുന്ന പദങ്ങൾ സന്ദർഭോചിതമായിരിക്കണം. അതാണ് സാധുത്വം. അർത്ഥവത്വം ആയിരിക്കണം. കേൾക്കുന്ന ആൾക്ക് ആശയം ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള സാമർഥ്യം വാക്കുകൾക്ക് വേണം. സംഭാഷണത്തിൽ ഈ ഗുണങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ അറിവുള്ളവരുടെ ഇടയിൽ ബഹുമാനം നേടാൻ സാധിക്കുമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. അപ്പോൾ നമ്മൾ സംഭാഷണത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലേ? ഇമ്പം കലർന്ന മാധുര്യമേറിയ ശബ്ദത്തിൽ അക്ഷരശുദ്ധിയോടുകൂടി വേണം സംസാരിക്കാൻ. പദങ്ങൾക്ക് സാധുത്വം വേണം. അതായത് വാക്കുകൾ സന്ദർഭോചിതമായി ഉപയോഗിക്കണം. കൂടാതെ ആശയം ശരിയായി മനസ്സിലാക്കി മറ്റുള്ളവരെ അറിയിക്കാനുള്ള സാമർഥ്യം, അതാണ് കുശലത്വം വേണം. ആ ഒരു കഴിവ് നമ്മൾ സമ്പാദിക്കേണ്ടതാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് അക്ഷരശുദ്ധിയോടുകൂടി സന്ദർഭോചിതമായി ഉപയോഗിക്കേണ്ട വാക്കുകൾ ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ഇമ്പമാർന്ന മാധുര്യമേറുന്ന വാക്കുകളിലൂടെ ശബ്ദത്തിലൂടെ സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സംഭാഷണം ചെയ്യുന്നയാളെ എല്ലാവരും ബഹുമാനിക്കും, ആദരവോടെ നോക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറയാം. പ്രാചീന കവിത്രയത്തിൽപ്പെടുന്ന കവിയാണ്. 18ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാര ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരുന്നു തുള്ളൽ കൃതികളുടെ രചന.
ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്ക് ചേരുവാൻ വടിവെയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരും. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ വരികളാണ്. ഓട്ടൻതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻതുള്ളൽ എന്നീ 3 വിഭാഗങ്ങളിലായി 64ഓളം തുള്ളൽ കൃതികൾ രചിച്ചിട്ടുണ്ട്. പ്രധാന തുള്ളൽ കൃതികൾ എന്തൊക്കെയാണ്? കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, കീചകവധം, സഭാപ്രവേശം തുള്ളൽ, പഞ്ചദ്രോപാഖ്യാനം തുള്ളൽ, അങ്ങനെ ഒട്ടനേകം കൃതികളുണ്ട്. ഇതൊക്കെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ അഭിപ്രായങ്ങളും അദ്ദേഹം ഭാഷയുടെ പ്രയോഗത്തിൽ വരുത്തേണ്ട പ്രാധാന്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നത്. കുട്ടിക്കാലത്ത് ഭാഷ എഴുതി പഠിക്കാൻ പോയൊരനുഭവം ഓർത്തെടുക്കുന്നതാണ് അടുത്ത കവിതാഭാഗം. എഴുതിയിരിക്കുന്നത് പാലാ നാരായണൻ നായർ. ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിൻ്റെ കിന്നരിത്തലപ്പാവ് ചൂടിയ കിനാവുകൾ. ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്ക് വരവും പോക്കും, വഴിതെറ്റിയ നേരം പോക്കും, അക്ഷരം വരഞ്ഞെന്നും തേയുന്ന വിരൽത്തുമ്പും, കക്ഷത്തിലിടുക്കിയ തടുക്കും വാറോലയും, ഇടവപ്പേമാരിയെ തടയാൻ പനയോലക്കുടയും, കുചേലൻ്റെ കുട്ടികളായി ഞങ്ങൾ. എന്തെങ്കിലും മനസ്സിലായോ? അതായത് ഈ കവിതാശകലം പാലാ നാരായണൻ നായരുടെ അക്ഷരങ്ങൾ എന്നുള്ള കൃതിയിലേതാണ്. എന്താണ് ഇതിൽ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ബാല്യകാല സ്മരണകൾ ഉണർത്തുന്ന മധുരമായൊരു ഓർമ്മയാണ്. കുട്ടിക്കാലത്ത് ഭാഷ എഴുതി പഠിക്കാൻ പോയിട്ടുള്ള ഒരു അനുഭവത്തെയാണ് അദ്ദേഹം ഓർത്തെടുത്ത് പങ്കുവയ്ക്കുന്നത്. എഴുത്ത് പഠിക്കാനായി പള്ളിക്കൂടത്തിൽ പോകുന്ന വഴിക്ക് കളിക്കുന്നതും, മണലിൽ എഴുതി വിരൽത്തുമ്പ് തഴമ്പിച്ചതും ഒക്കെ അദ്ദേഹം ഓർക്കുകയാണ്. കക്ഷത്തിൽ വെച്ച എഴുത്തോല, ഇരിക്കാനുള്ള തടുക്ക്, ഇടവപ്പാതിയിലെ മഴ നനയാതിരിക്കാൻ ചൂടിയ പനയോലക്കുട, ഇതൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ഒരു നേർചിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുമാത്രമല്ല, ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതാണ് കുചേലൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞത്. ആ കാലം സന്തോഷം നിറഞ്ഞതായിരുന്നു എന്ന് കവി ഓർത്തെടുത്ത് പറയുന്നു. അതായത് ഈ കാലഘട്ടത്തിലെ കുട്ടിക്കാലവും കവിയുടെ കുട്ടിക്കാലവും തമ്മിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് നോക്കൂ. നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്, പഠിക്കാൻ പോകുന്നത്? ഈ കവി എങ്ങനെയാണ് പോയിരുന്നത്? എന്തുമാത്രം അന്തരമുണ്ട് അല്ലേ? അപ്പോൾ ഇരിക്കാനുള്ള ചെറിയ പായ അവർ കൊണ്ടുപോകണം. പനയോലയിൽ എഴുതിയ പുസ്തകം, അതാണ് വാറോല. പിന്നെ മഴക്കാലത്ത് ചൂടിയിരുന്ന കുട, പനയോലക്കുട. മാത്രമല്ല, അക്ഷരങ്ങൾ എഴുതി പഠിച്ചിരുന്നത് മണലിലുമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല അല്ലേ? അങ്ങനെ നിരന്തരമായി മണലിൽ എഴുതുമ്പോൾ വിരൽത്തുമ്പുകൾ തേയും. പിന്നെ കുചേലൻ്റെ കുട്ടികളെന്ന് ആണ് ഞങ്ങളെന്ന് പറയുന്നുണ്ട്. എന്താണ് ആ പ്രയോഗം? ദരിദ്ര ബ്രാഹ്മണനായ കുചേലനെ പോലെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു കവിയുടെ കുട്ടിക്കാലം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്തെ സൂചിപ്പിക്കാൻ. ഈ പ്രയോഗം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ അക്ഷരം വരഞ്ഞെന്നും തേയുന്ന വിരൽത്തുമ്പ്, ഈ വരികൾ അർത്ഥമാക്കുന്നത് എന്താണ്? അക്കാലത്ത് അക്ഷരങ്ങൾ എഴുതി പഠിച്ചിരുന്നത് മണലിലാണ്. അങ്ങനെ നിരന്തരം തുടർച്ചയായി മണലിൽ എഴുതി പഠിക്കുമ്പോൾ അവരുടെ വിരൽത്തുമ്പുകൾ തേഞ്ഞുപോയി, വേദനിക്കുകയും ചെയ്യും അല്ലേ? മലയാള ഭാഷയിൽ വളരെ പ്രശസ്തനായ കവിയാണ് പാലാ നാരായണൻ നായർ. പ്രധാന കൃതികൾ കേരളം വളരുന്നു, അമൃതകല, ആലിപ്പഴം തുടങ്ങിയവ. പുരസ്കാരം: കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, ആശാൻ പുരസ്കാരം. ഇതൊക്കെയാണ് ഇദ്ദേഹത്തെക്കുറിച്ചും പാലാ നാരായണൻ നായരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചും പറയാനുള്ളത്. മലയാളത്തിൻ്റെ പഞ്ചവർണ്ണ കിളിയെക്കുറിച്ചുള്ള കവിതാഭാഗമാണ് അടുത്തത്. എഴുതിയിരിക്കുന്നത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ പഞ്ചവർണ്ണ കിളി എന്ന കാവ്യഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. കവിതയെ പച്ചച്ചിറകുള്ള നീ മഴവില്ലിൻ കഴുത്തുമായിട്ടൊറ്റയ്ക്കിവിടെ പറന്നെത്തി, കാഞ്ഞിര മരക്കൊമ്പത്തത്രേ വന്നിരുന്നതു കിളി, കാരുണ്യാമൃത ഗംഗ ചോരുന്ന കണ്ഠത്തോടെ, അക്കഴുത്തിലെ നാനാവർണ്ണവും നറുനീരിൽ ഉൾക്കുളിരൊലിയും ചേർന്നെന്നുമീ മലയാളം മധുരിക്കുന്നു, പച്ചക്കിളി നിൻ കൊക്കാഴ്ത്തുന്ന മലരും കനിയും ഉൾത്തേനുമീ മലയാളം. പല നിറങ്ങളുള്ള പഞ്ചവർണ്ണ കിളിയെപ്പോലെ മലയാള ഭാഷയ്ക്ക് സൗന്ദര്യവും മാധുര്യവും പകർന്നു നൽകിയ കവിതയെക്കുറിച്ചാണ് ഒളപ്പമണ്ണ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. പച്ചച്ചിറകും മഴവില്ലിൻ്റെ കരുത്തും കവിതയുടെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു. മലയാള കവിതയാകുന്ന പഞ്ചവർണ്ണ കിളിയെ കവി തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരക്കൊമ്പത്താണ് ഇരുത്തിയിരിക്കുന്നത്. തുഞ്ചൻപറമ്പിലെ കാഞ്ഞിരമരത്തിൽ വന്നിരുന്ന പഞ്ചവർണ്ണക്കിളി എഴുത്തച്ഛൻ്റെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങി മലയാള ഭാഷയെ സമ്പന്നമാക്കിയെന്നാണ് പറയുന്നത്. കവിതയുടെ ചരിത്രപരമായ മഹത്വവും സ്ഥാനവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കവിത, മലയാള കവിതയ്ക്ക് അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നാണ് അദ്ദേഹം പറയുന്നത്.
പഞ്ചവർണ്ണക്കിളിയുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയുടെ വൈവിധ്യത്തെ സൂചിപ്പിക്കുകയാണ്. വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത താളങ്ങളും പ്രമേയങ്ങളും ഭാവനകളൊക്കെ ഉൾച്ചേർന്നതാണ് മലയാള കവിത. അതിൻ്റെ നീരൊഴുക്ക് അങ്ങനെയാണ്. അതിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് കവിതയുടെ ഭാവവും താളവും ഈണവും ഒക്കെയാണ്. കവിതയാകുന്ന പഞ്ചവർണ്ണക്കിളി ഭാഷയാകുന്ന ഫലവും തേനും ആസ്വദിച്ച് ഭാവനയാകുന്ന ആകാശത്തിലൂടെ പാറി പറന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ വരിയുടെ അർത്ഥം? കിളി കാഞ്ഞിരമരക്കൊമ്പത്ത് വന്നിരുന്നു, പഞ്ചവർണ്ണക്കിളി അല്ലേ? അതുപോലെ മലയാള കവിതയാകുന്ന പഞ്ചവർണ്ണക്കിളിയെ കവി തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരക്കൊമ്പത്താണ് ഇരുത്തിയിരിക്കുന്നത്. ഇവിടെ ഒളപ്പമണ്ണ പഞ്ചവർണ്ണക്കിളി എന്ന് വിശേഷിപ്പിക്കുന്നത് എഴുത്തച്ഛൻ്റെ കിളിയെയാണ്. തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരം പോലും മധുരിക്കും. കാഞ്ഞിരം കൈപ്പുള്ള മരമാണ്. തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരമരത്തിൽ വന്നിരുന്ന പഞ്ചവർണ്ണ കിളി ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങി മലയാള ഭാഷയെ സമ്പന്നമാക്കി എന്നാണ് പറയുന്നത്. മലയാളത്തിലെ വളരെ പ്രശസ്തനായ കവിയാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. വള്ളുവനാടൻ ഗ്രാമജീവിതത്തിൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കവിത രചിച്ച കവിശ്രേഷ്ഠനാണ്. കിളിയെക്കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ സ്വീകരിച്ചത്. ശാരിക പൈതലേ ചാരുശീലേ വരിക ആരോമലേ കഥാശേഷവും ചൊല്ലുനീ. ഇത് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ തുടക്കത്തിൽ പറയുന്നതാണ്. ഓരോരോ കഥകൾ നീ ചൊന്നത് കേൾക്കുന്തോറും ആരോമൽ കിളിപ്പെണ്ണേ പാരമുണ്ടാനന്ദമ്മേ. ഇത് ഭാരതം കിളിപ്പാട്ട്. എഴുത്തച്ഛൻ്റെ പഞ്ചവർണ്ണ കിളിയെക്കുറിച്ച് കവിതയിൽ ഒളപ്പമണ്ണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ആധുനിക മലയാള ഭാഷയുടെ പിതാവുമായ എഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രചനാരീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ടാണ് എഴുത്തച്ഛൻ്റെ കിളിയെ ഒളപ്പമണ്ണ തൻ്റെ പഞ്ചവർണ്ണക്കിളി എന്ന കവിതയിലൂടെ പുനരാവിഷ്കരിക്കുന്നത്. ഒളപ്പമണ്ണയുടെ കവിതയിൽ പഞ്ചവർണ്ണക്കിളി എന്ന് പറയുന്നത് കവിതയെയാണ്. മലയാള കവിതയാകുന്ന പഞ്ചവർണ്ണക്കിളിയെ തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരമരക്കൊമ്പിൽ ഇരുത്തിയിരിക്കുന്നു. തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരമരം പോലും മധുരിക്കുമെന്നാണ് കാവ്യസങ്കല്പം. ആ മരക്കൊമ്പിലിരിക്കുന്ന പഞ്ചവർണ്ണക്കിളി എഴുത്തച്ഛൻ്റെ സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങി മലയാള ഭാഷയെ ധന്യമാക്കി. പഞ്ചവർണ്ണക്കിളിയുടെ നിറങ്ങൾ പോലെ മലയാള കവിത ഭക്തിയും കാരുണ്യവും പ്രണയവും വിരഹവും തുടങ്ങിയ വ്യത്യസ്ത പ്രമേയങ്ങളും താളബോധങ്ങളും ഉൾക്കൊണ്ടതാണ്. മലയാള കവിതയ്ക്ക് മാറ്റുകൂട്ടുന്നത് ഭാവവും താളവും ഈണവുമാണ്. എഴുത്തച്ഛൻ്റെ കിളി എന്നത് മലയാള ഭാഷയ്ക്ക് എഴുത്തച്ഛൻ നൽകിയ ഒരു പ്രകാശകിരണമാണ്. അല്ലെങ്കിൽ അതിനെ ചൈതന്യവത്താക്കിയത്, ജീവസുറ്റതാക്കിയത്, വരികൾക്ക് ജീവനേകിയത് എന്ന് പറയുന്നത് എന്താണ്? എഴുത്തച്ഛൻ്റെ ആ കിളിയെക്കൊണ്ട് പാടിക്കുന്ന രീതിയാണ് അതിന് മികവേകിയത്. അടുത്ത ചോദ്യം ഇതാണ്. കവിതാഭാഗങ്ങൾ വായിച്ചല്ലോ. അവയിൽ സൂചിപ്പിച്ചിട്ടുള്ള മലയാള ഭാഷയുടെ സവിശേഷതകൾ, മഹത്വം, പ്രാധാന്യം തുടങ്ങിയവ കണ്ടെത്തി ചർച്ച ചെയ്യുക. എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. മാതൃഭാഷ എന്നത് ഏതൊരുവൻ്റെയും ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. അത് കേവലം ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, ഒരു ജനതയുടെ സംസ്കാരവും സ്വത്വബോധവും നിലനിർത്തുന്ന ആത്മാവാണ്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നത് ഒന്നാമതായി. മഹാകവി വള്ളത്തോളിൻ്റെ ഈ വരികളിൽ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. വേദമായാലും ശാസ്ത്രമായാലും സാഹിത്യമായാലും ഹൃദയത്തിൽ പതിയണമെങ്കിൽ മാതൃഭാഷയിലൂടെ തന്നെ പഠിക്കണമെന്നാണ് വള്ളത്തോളിൻ്റെ അഭിപ്രായം. മാതൃഭാഷയുടെ പ്രയോഗഭംഗി എങ്ങനെയാണ് വരുത്തേണ്ടത് എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. മാതൃഭാഷ സന്ദർഭോചിതമായി വ്യക്തമായി ശുദ്ധമായും ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം പറയുന്നു. പാലാ നാരായണൻ നായരുടെ അഭിപ്രായത്തിൽ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാതൃഭാഷ കേവലം അക്ഷരങ്ങളല്ല, നമ്മുടെ ബാല്യകാലത്തിൻ്റെ ഗൃഹാതുരത്വ സ്മരണകൾ ഉണർത്തുന്ന ഒന്നാണെന്ന് പറയുന്നു. പച്ചച്ചിറകും മഴവിൽ കഴുത്തുമുള്ള ഒരു പഞ്ചവർണ്ണ കിളിയോട് ഉപമിച്ചുകൊണ്ട് മലയാള ഭാഷയുടെ സൗന്ദര്യത്തെ വാഴ്ത്തിപ്പാടുകയാണ് ഒളപ്പമണ്ണ ചെയ്യുന്നത്. കൈപ്പേറിയ ജീവിതാനുഭവങ്ങളെ മാധുര്യമുള്ളതാക്കാൻ ഭാഷ സഹായിക്കുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതായത് മാതൃഭാഷ ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മാധുര്യത്തിൻ്റെയും നിറകുടമാണെന്നാണ് ഈ 4 മഹാകവികളും വ്യക്തമാക്കുന്നത്.